ഗൈസ്, വീട്ടിൽ വന്നിങ്ങനെ വെറുതെ ഇരിക്കുകയാണേ. പറവൂര് വീട്ടിൽ സൊമാറ്റോയിൽ ഓടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതാ. ബാഗ് വന്നു എന്നും പറഞ്ഞിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 3 മണിയെല്ലാം ആകുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും പറവൂര്, അന്നേരം കൊണ്ടുതരാൻ പറഞ്ഞു. അവരെ വെയിറ്റ് ചെയ്ത് എത്ര സമയമായി വന്നില്ല. അപ്പോൾ 6 മണി മുതൽ അങ്ങോട്ടാണ് ഓട്ടോ എടുത്തേക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി ആരും സൊമാറ്റോയിൽ പുതുതായിട്ടൊന്നും പോയി ജോയിൻ ചെയ്യൊന്നും വേണ്ട കേട്ടോ. പെട്ടുപോകും. എല്ലാം അറിഞ്ഞിട്ട് മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ഞങ്ങളെപ്പോലെ പെട്ടുപോകരുത് നിങ്ങൾ. നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ സൊമാറ്റോയിലാണോ, അയ്യോ സൊമാറ്റോയിലാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഒരോട്ടത്തിന് നമുക്ക് കിട്ടുക 20 രൂപയാണ്. 20 രൂപ കിട്ടിയാൽ 20 രൂപേൻ്റെ എണ്ണ അടിക്കേണ്ടി വരും. ചില സമയത്ത് 10-15 രൂപേൻ്റെ എണ്ണ മതിയാവും. പിന്നെ നല്ല ഓട്ടോ ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊന്നും കിട്ടില്ല, അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. ഞങ്ങൾ അങ്ങനെയൊക്കെ എന്നോടൊരാൾ പറഞ്ഞു 2 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ 2000 രൂപ വരെ കിട്ടും, നല്ല ഓട്ടാണ്, നല്ല വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, പോവാമല്ലോ. 2000 ഒന്നും വേണ്ട, എണ്ണ പൈസ കഴിഞ്ഞിട്ട് 1000 രൂപ നമ്മളെ കയ്യിലിരിക്കുകയാണോ കുഴപ്പമില്ല. അങ്ങനെയൊന്നും കിട്ടില്ല. നമ്മളിങ്ങനെ പോസ്റ്റായിരിക്കും, ഇങ്ങനെ ഓരോ കടേൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം. ഒരൊറ്റ തരം ഇരുത്തല്ല കേട്ടോ, നൃത്തം. ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ വെറുതെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക കുറേ സമയം നിന്ന് മടുത്തു പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണേ. 500 രൂപേൻ്റെ എണ്ണ അടിക്കുക, വേണേൽ 540 രൂപ 50 രൂപയ്ക്ക് നമ്മൾ ഓടുക, കൈമന്ന് 50 രൂപ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാം. സമയം ഇങ്ങനെ വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് ഒരാളെ വായി നോക്കിയിട്ടൊക്കെ പോവും, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 പേര് ഇറങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചൊക്കെ ഇരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കും. 1450 രൂപ കൊടുത്ത് വേണം നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ. എന്നിട്ട് അവർ 2 ദിവസം കൊണ്ട് ബാഗ് വരുമെന്നൊക്കെ പറയും കേട്ടോ. 2 ദിവസം കൊണ്ടൊന്നും വരില്ല, ഒരാഴ്ച കൊണ്ടേ ബാഗ് വരുള്ളൂ. കാര്യമായിട്ടെല്ലാം പറയാത്ത ആൾക്കാരുണ്ടാവും. ഒരാൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമല്ലോ, ഞാനോ പെട്ട്, എന്നാൽ അടുത്ത ആളും പെട്ടുപോട്ടെ എന്ന്. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയൊന്നും കിട്ടില്ല. ഒരാഴ്ചയാവും നമുക്ക് ബാഗും ഡ്രസ്സൊക്കെ കിട്ടാൻ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബനിയനായിരിക്കും കേട്ടോ. എനിക്ക് കിട്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ബനിയനായിരിക്കും. അപ്പോൾ ബനിയന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരാഴ്ച വരെ സമയം എടുക്കും. അതേപോലെ ഓടിക്കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബം നോക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു കുടുംബം നോക്കാൻ പോയിട്ട് നമ്മൾ ഒരാളുടെ ചിലവ് കഴിയാൻ പോലും സൊമാറ്റോയിൽ ഓടിക്കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ അതേപോലെ ചിലവർ ടിപ്സൊക്കെ എന്തെങ്കിലും ഒരു ഇതായിട്ട് 10 രൂപ 20 രൂപ ഒക്കെ ചിലവർ ഇട്ട് തരും, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അല്ല ചിലവർ കയ്യിൽ തരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എല്ലായിടത്തുനിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. 100 ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളായിരിക്കും നമുക്ക് ഒരു എന്തെങ്കിലും ഇതായിട്ട് തരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ് സൊമാറ്റോയിൽ. ആരും അറിയാണ്ടൊന്നും നമ്മളെപ്പോലെ എടുത്ത് ചാടരുത്. എന്താ പറയുക, കയ്യിലുള്ളതും പോവും. ഞാനിപ്പോൾ 1450 രൂപ അടച്ചു, അതിനകത്ത് ജോയിൻ ചെയ്തു. ബാഗിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ 800 രൂപയിൽ കൂടുതൽ എണ്ണ അടിച്ചു. അതൊക്കെ കൈമന്ന് പോയി എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ആകെ 1200-400 രൂപ കണ്ടാണ് നമുക്ക് ഇത്രയും ദിവസമായിട്ട് ഓടാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതും ഒരു ദിവസമൊക്കെ അവർ തരുന്ന ഇതിൽ തരുന്ന വർക്ക് എന്താണെന്നറിയാം. രാവിലെ മുതൽ നമ്മൾ വൈകിട്ട് വരെ ഇരുന്നാൽ 20 രൂപേൻ്റെ ഒരു ഓട്ടം, അങ്ങനെയൊക്കെ തരുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക. അറിയാണ്ട് ആരും എടുത്ത് ചാടരുത്. നമ്മൾ പെട്ടുപോയതുപോലെ നിങ്ങളാരും പെട്ടുപോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വെച്ചാൽ ബാഗിന് വേണ്ടിയിട്ട് ഇപ്പം പറവൂര് വീട്ടിൽ വന്ന് കാത്തിരിക്കുകയാണ്. അവരാ വരുമോ എന്തോ കണ്ടറിയാം. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുകയല്ലേ. അതാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കല്ലാണ്ട്. ആദ്യം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നല്ലതിൽ ആൾക്കാരൊക്കെ കാണും, നല്ലതിൽ പോവും, അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വാച്ചിങ് ടൈം പോയി. എന്താ പറയുക, എല്ലാ ഇതും വ്യൂവേഴ്സ് ആൾക്കാരെല്ലാം ആരും കാണാണ്ടായി. അങ്ങനെ എല്ലാം കൂടെ അതെല്ലാം താഴോട്ട് വന്നു. ഇപ്പോൾ ഒന്നുമില്ല. 2000, 3000, 4000, 6000 ഒക്കെ ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഒരു 3 പേര് 4 പേര് 5 പേരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതും പോയി ഇതും പോയി, രണ്ടും പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരും പോവാതിരിക്കുക, കഴിയുന്നതും സൊമാറ്റോയിൽ ഇങ്ങനത്തെ ഒന്നും പോയി ചാടാണ്ടിരിക്കുക. അതിനേക്കാളും നല്ല ശരിക്കും എന്താ പറയുക, ഒന്നും പറയാനില്ലല്ലേ, ഇത് പറയാം.